ആപ്പിൾ മ്യൂസിക് വേൾഡിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് സ്ട്രീമിംഗ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. എന്നാലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോഴും ആൾക്കാരറിയാത്ത കുറേയധികം ഹിഡൻ ടിപ്സും ട്രിക്സും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങളായിട്ട് പറഞ്ഞുതരാം. സോ ഇതേപോലുള്ള ആപ്പിൾ കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് അവിടെ പുതിയ ടിപ്സും ട്രിക്സും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യത്തെ ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിയും ആൻഡ് ആപ്പിൾ മ്യൂസിക്കിൻ്റെയും കൊളാബറേഷനാണ്. നേരെ നമ്മുടെ ചാറ്റ് ജി പി ടി എടുക്കാം. ചാറ്റ് ജി പി ടി പെയ്ഡ് വേർഷൻ ആയാലും ഫ്രീ വേർഷൻ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. നേരെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്പിൾ മ്യൂസിക് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഓരോ തീമും അതോടൊപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ഉള്ള ഓരോ പ്ലേലിസ്റ്റും ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ പെർട്ടിക്കുലർ നീഷ് അനുസരിച്ച് തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. മേക്ക് മീ എ പ്ലേലിസ്റ്റ് ഓഫ് സ്ലീപ്പ് മ്യൂസിക് ജസ്റ്റ് ലൈക്ക് ഇന്റർസ്റ്റെല്ലാർ സ്റ്റേ ബൈ ഹാൻസ് സിമ്മർ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ചാറ്റ് ജി പി ടിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇന്റർസ്റ്റെല്ലാറിലെ സ്റ്റേ എന്ന മ്യൂസിക് പോലുള്ള സ്ലീപ്പ് സോങ്സ് ആണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആ ഒരു മോഡ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റിൽ വരാൻ പോകുന്നത് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചുള്ള ട്രാക്കുകളാണ്. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ സോങ്സും ഇതേപോലെ പ്ലേലിസ്റ്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങളുടെ ആപ്പിൾ മ്യൂസിക്കിലുള്ള ട്രാക്ക് ഇതേപോലെ ടിക്ക് മാർക്കും ഇനി ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലസ് മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 15 മോർ സോങ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് പ്ലേലിസ്റ്റ് ഇൻ ആപ്പിൾ മ്യൂസിക് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റിംഗ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. ആഡ് ടു യുവർ ലൈബ്രറി. നേരെ ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീപ്പ് സ്പേസ് സ്ലീപ്പ് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഡിസ്ക്രിപ്ഷനും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഏകദേശം 20 സോങ്ങും 1 മണിക്കൂറും 32 മിനിറ്റും ഡ്യൂറേഷനുള്ള ആ ഒരു പ്ലേലിസ്റ്റ് ഈസി ആയിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് ട്രാൻസ്ഫർ മ്യൂസിക് എന്ന് പറയുന്നത്. അതായത് സ്പോട്ടിഫൈയോ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക്, ആമസോൺ മ്യൂസിക് എന്നിങ്ങനെയുള്ള ഓരോ സോഫ്റ്റ്വെയർസിലും നിങ്ങൾ കുറേയധികം പ്ലേലിസ്റ്റും ബാക്കി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ പ്ലേലിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ടാസ്ക്കാണ്. അവിടെയാണ് ആപ്പിൾ മ്യൂസിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയറിൽ നിന്നും ആ ഓരോ പ്ലേലിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരുന്നത്. നേരെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സെറ്റിങ്സ് എടുക്കാം. ഈ ഒരു സെറ്റിങ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ മ്യൂസിക് ഫ്രം അതർ സർവീസ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ സോങ് ഷിഫ്റ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്ലേലിസ്റ്റും ഈ ഓരോ സെലക്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സോഫ്റ്റ്വെയർസിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷൻ ബേസ് ഇതാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ സ്പോട്ടിഫൈ സെലക്ട് ചെയ്തു. സ്പോട്ടിഫൈയിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ മ്യൂസിക്കായിട്ട് ഈസി ആയിട്ട് എല്ലാ പ്ലേലിസ്റ്റുകളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് ആപ്പിൾ മ്യൂസിക് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാട്ട് നൗ പ്ലേയിങ് ബാറിലുണ്ട്. അതിന് മുമ്പുണ്ടായ സോങ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നൗ പ്ലേയിങ് ബാറിൽ പോയി പ്രീവിയസ് ട്രാക്ക് ഞാൻ ക്ലിക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു ബാക്ക്വേർഡ് ഓപ്ഷൻ നിങ്ങൾ പോകുന്നതിനെക്കാട്ടും മച്ച് ഈസിയാണ്. ഇതേപോലെ ഒരു ട്രാക്കിൽ എടുത്തു കഴിഞ്ഞാൽ നൗ പ്ലേയിങ് ബാറിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ പഴയ ഒരു ട്രാക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് സോങ് ആണെങ്കിലും ഇതേപോലെ സ്വൈപ്പ് ചെയ്യാനാണെങ്കിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സോങ്സ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതോടൊപ്പം ഈ ഒരു ഓപ്ഷൻ നൗ പ്ലേയിങ് ബാറിൽ മാത്രമല്ല മ്യൂസിക് നെയിമിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, മ്യൂസിക് കവറിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതോടൊപ്പം അടുത്ത ഗസ്റ്റാണ് നിങ്ങൾക്ക് ഇതേപോലെ നൗ പ്ലേയിങ് ബാർ ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ ചെയ്ത പോലെ ടാപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് സ്വൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഈ ഓരോ ഓപ്ഷൻസും നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഗസ്റ്റേഴ്സ് കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് വരുന്ന വൺ ഓഫ് ദ അൺറേറ്റഡ് ഫീച്ചറാണ് പിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എൻ്റെ ആപ്പിൾ മ്യൂസിക് ലൈബ്രറി നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം പിൻസ് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ എവിക്കയുടെ എൻ്റെ ഫോക്കസ് എസെൻഷ്യൽസ് കാണാം, എൻ്റെ ഫേവറേറ്റ് ട്രാക്സ് കാണാം, എനിക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് കാണാം.
ഈ ഓരോ ഓപ്ഷൻസും എനിക്ക് ഏറ്റവും എളുപ്പത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കാർപ്ലേ ആണ്. കാർപ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും എൻ്റെ ഫേവറേറ്റ് ട്രാക്സ് എനിക്ക് എളുപ്പത്തിന് കേൾക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിന് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യണം. പിൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഒരു ആൽബം അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും കുറേയും ഹിഡൻ ട്രിക്സ് ഉണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ പിൻ ചെയ്ത പ്ലേലിസ്റ്റ് വരെ ഈസി ആയിട്ട് എനിക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ആർട്ടിസ്റ്റുകളും അതോടൊപ്പം പ്ലേലിസ്റ്റും നിങ്ങൾക്ക് പിൻ ചെയ്ത് അത് റീഅറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത വന്ന ഒരു ഹിഡൻ ട്രിക്ക്, ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ആക്ഷൻ എന്നുള്ള ഹിഡൻ ട്രിക്ക് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് വന്നത്. ഒന്ന് ഗോ ടു പ്ലേലിസ്റ്റ്, 2 പ്ലേ, മൂന്നാമത്തെ ഷഫിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഗോ ടു പ്ലേലിസ്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിലേക്കാണ് ആക്സസ് പോകുന്നത്. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഈ ഒരു ആക്ഷൻ നമുക്ക് പ്ലേ കൊടുക്കാം. ഇനി അടുത്ത വട്ടം ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ പാട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നത് കാണാൻ പറ്റും. ഈ ഓരോ ഓപ്ഷൻസും നേരത്തെ പറഞ്ഞ പോലെ കാർപ്ലേയിൽ വണ്ടർഫുൾ ആയിട്ട് ആക്സസ് ചെയ്യാം. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് മ്യൂസിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു ട്രാക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേമസ് ട്രാക്ക് അല്ലെങ്കിൽ ഇത്രയും കോസി ആയ ഒരു ട്രാക്കിൻ്റെ ലിറിക്സും ബാക്കി കാര്യങ്ങളും മീനിങ്സും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാണെങ്കിൽ ഈ ഒരു ലിറിക്സ് ഓപ്ഷൻ എടുക്കാം. ഈ ഒരു ലിറിക്സ് ഓപ്ഷൻ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും. ആ ഓരോ ട്രാക്കിൻ്റെ അടിയിൽ അതിൻ്റെ ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈഡ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിലെ ആ ട്രാൻസ്ലേഷൻ മാറിയിട്ടുണ്ട്. ഓരോ ട്രാക്കുകളും, അതായത് മൾട്ടി ലാംഗ്വേജിലുള്ള ട്രാക്കുകൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവാനും അത് വായിക്കാനുമാണ് ഈ ഒരു ട്രാൻസ്ലേഷനും പ്രൊനൗൺസിയേഷനും നമുക്ക് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? നേരെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഈ ഒരു സെറ്റിങ്സിലേക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് ലിറിക്സ് എന്നൊരു ഓപ്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലാർജ് ടെക്സ്റ്റിൽ ലിറിക്സും പ്രൊനൗൺസിയേഷനും നമുക്ക് വരുന്നുണ്ട്. ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ ആപ്പിൾ മ്യൂസിക് എടുക്കാം. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ ലിറിക്സ് ചെറുതായി, പ്രൊനൗൺസിയേഷൻ വലുതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെയും ആ ഓപ്ഷൻ ലിറിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലിറിക്സ് ആണ്, മലയാളം ലിറിക്സ് വലുതായി, പ്രൊനൗൺസിയേഷൻ ചെറുതായി. ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. മൾട്ടി ലാംഗ്വേജൽ സോങ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാടാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഹിഡൻ ട്രിക്കാണ് റീപ്ലേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ മന്തും അല്ലെങ്കിൽ ഓരോ ഇയറും കേൾക്കുന്ന കുറേ ഫേവറേറ്റ് റിപ്പീറ്റ് സോങ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു ക്യൂറേറ്റ് പ്ലേലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പിൾ മ്യൂസിക് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ഇത് ആദ്യം ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ അത് ആപ്പിൾ മ്യൂസിക്കിൽ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഹോം ഓപ്ഷനിലേക്ക് പോകാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീപ്ലേയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ജാനുവരിൽ ഞാൻ റീപ്ലേ ചെയ്ത എല്ലാ ട്രാക്കുകളും എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും എനിക്കിവിടെ ആക്സസ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഓൾ ടൈം റീപ്ലേ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതോടൊപ്പം ഓരോ ഇയേഴ്സിലെയും എൻ്റെ ഫേവറേറ്റ് റീപ്ലേ ട്രാക്സുകളും എനിക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അതോടൊപ്പം അടുത്ത വരുന്ന ഫീച്ചറാണ് മൾട്ടി ഓഡിയോ കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും താഴത്തെ നൗ ബാറിൽ എൻ്റെ എയർപോഡ്സ് കാണിക്കുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഓഡിയോ ഔട്ട്പുട്ട്സും കാണിക്കുന്നുണ്ട്. എൻ്റെ ഐഫോണിൻ്റെ സ്പീക്കേഴ്സിലാണെങ്കിൽ അവിടെയും എയർപോഡ്സിൻ്റെ സൗണ്ട് കൺട്രോൾ എനിക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം. അപ്പം മാക്ബുക്കും ഹോം പോഡും ഇവിടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കോ എയർപോഡ്സ് ഉണ്ട്, അവർക്കും ഈ ഒരു സെയിം ട്രാക്ക് സൈമൾട്ടേനിയസ്ലി ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓഡിയോ അവർക്കും ഷെയർ ചെയ്യാം. ഇപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, ഈസി ആയിട്ട് ഒരു സിംഗിൾ സ്ക്രീനിൽ നിന്ന് 2 പേർക്കും അവരുടെ എയർപോഡ്സ് യൂസ് ചെയ്ത് ഈ ഒരു ഓഡിയോ ഷെയർ ചെയ്ത് കേൾക്കാൻ പറ്റും. അടുത്തൊരു ഫീച്ചറാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മുടെ ആപ്പിൾ മ്യൂസിക് തന്നെ ആ ഒരു കറക്റ്റ് പ്രപ്പോർഷൻ അനുസരിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീവിയസ് ട്രാക്കും ഈ ഒരു ട്രാക്കിൻ്റെയും കറക്റ്റ് ടെമ്പോയും ഫീച്ചേഴ്സും ബാക്കി എല്ലാം ആപ്പിൾ മ്യൂസിക് തന്നെ സിങ്ക് ചെയ്താണ് ആ ഒരു അടുത്ത ട്രാക്കിലേക്ക് കൊണ്ടുപോയത്. ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് നമുക്കൊരു DJ എഫക്റ്റ് ആയിട്ടാണ് തരുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? നേരെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സെറ്റിങ്സ് എടുക്കാം. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓഡിയോ ട്രാൻസിഷൻസ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓട്ടോ മിക്സും 2 ക്രോസ് ഫെയ്ഡും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ട്രാൻസിഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഓപ്ഷനാണ് ഷസാം എന്ന് പറയുന്നത്. ആ ഒരു ഷസാം അല്ല, നമ്മുടെ ഐഫോണിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഷസാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും, മ്യൂസിക് റെക്കഗ്നൈസേഷനും അതോടൊപ്പം ഹിസ്റ്ററിയും. ഈ ഹിസ്റ്ററി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐഫോണിൽ ഇത്രയും നാൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത എല്ലാ ട്രാക്കുകളും
ഒരു ഹിസ്റ്ററി പോലെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആ ഓരോ ഹിസ്റ്ററീസും സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മ്യൂസിക് എടുത്തു. ഇവിടെ സിംഗേഴ്സും ബാക്കി ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ ആ ഒരു പാട്ട് പാടിയ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എവിടെ വെച്ചാണ് ഞാൻ ഈ ഒരു ട്രാക്ക് റെക്കഗ്നൈസ് ചെയ്ത്, എത്ര സമയത്താണ് പാട്ട് റെക്കഗ്നൈസ് ചെയ്തത്, എല്ലാ ഡീറ്റെയിൽസും എനിക്കിവിടെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഷസാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെയാണ് ഞാൻ ഈ ഓരോ സോങ്സും റെക്കഗ്നൈസ് ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളുമാണെങ്കിൽ ആപ്പിൾ തന്നെ ഷസാം ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇതേപോലെ കുറേയധികം ഓപ്ഷൻസ് നമ്മുടെ ഐഫോണിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ആപ്പിളിൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. സോ എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളിയായ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് ജെബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.